നമസ്കാരം. കോഴഞ്ചേരിയിൽ അതിക്രമിച്ച് കയറി മതില് പൊളിച്ചത് ചോദ്യം ചെയ്ത വയോധികയെ ആക്രമിച്ച കേസിൽ പോലീസിന്റെ മെല്ലപ്പോക്കെന്ന ആരോപണവുമായി ബന്ധുക്കൾ. വഴിയുടെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്ന് പ്രതികൾ രാത്രി അതിക്രമിച്ച് കയറി വീടിന്റെ ചുറ്റുമതിൽ പൊളിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത വയോധികയെ പ്രതികളിൽ ഒരാൾ മർദ്ദിച്ചു എന്നതാണ് പരാതി. കോഴഞ്ചേരി സ്വദേശിയായ സാറാമ ഫിലിപ്പോസ് നൽകിയ പരാതിയിലാണ് ആറന്മുള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പോലീസിൽ നിന്നും നീതി ലഭിക്കാത്തതിനാൽ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകാനാണ് ബന്ധുക്കളുടെ നീക്കം. കോഴഞ്ചേരി സ്വദേശിയായ അനു എം വർഗീസ്, JCB ഡ്രൈവറുടെ സഹായി എന്നിവർക്കെതിരെയാണ് കേസ്. ഒന്നാം പ്രതിയായ അനുവിനെ പോലീസ് അറസ്റ്റിന് ശേഷം ജാമ്യത്തിൽ വിട്ടിരുന്നു. എന്നാൽ മറ്റു പ്രതികൾക്കായി പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. സമീപവാസിയായ CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ് കേസിലെ മുഖ്യപ്രതിയായ അനു. ഇയാളുടെ നേതൃത്വത്തിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വീടിന്റെ മതിലിടിച്ചു മാറ്റിയതെന്നാണ് ആറന്മുള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. അനുവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച മതിലാണ് പൊളിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി 2 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. മക്കളെല്ലാം മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനാൽ സാറാമ തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. റോഡിന് വീതി കൂട്ടുന്നതിനായി സ്ഥലം നൽകണമെന്ന ആവശ്യം സമീപവാസിയായ അനു പറഞ്ഞിരുന്നു. എന്നാൽ ലോറി പോകാനുള്ള വീതി റോഡിനുണ്ടെന്നും വഴിക്കായി 3 വീട്ടുകാർ സ്ഥലം കൊടുത്തിട്ടുണ്ടെന്നും പരാതിക്കാരി പറയുന്നു. മുൻപ് റോഡ് വീതി കൂട്ടാനായി വഴിയുടെ ഒരു വശത്ത് നിന്ന് മാത്രമാണ് ഭൂമി എടുത്തത്. എന്നാൽ ഇപ്പോൾ വീണ്ടും വഴിക്കായി സ്ഥലം ആവശ്യപ്പെടുന്നത് ന്യായമല്ലെന്നും സാറാമ പറയുന്നു. രാത്രി മതില് പൊളിക്കുന്ന ശബ്ദം കേട്ടാണ് സാറാമ പുറത്തു വരുന്നത്. വീടിന്റെ മുറ്റത്തേക്ക് മതില് പൊളിഞ്ഞു വീണതോടെ വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയുമുണ്ടായി. സംഭവം ചോദ്യം ചെയ്ത സാറാമയ്ക്ക് നേരെ മണ്ണുമാന്തി യന്ത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഡ്രൈവറുടെ സഹായി വീശിയടിക്കാൻ ശ്രമിച്ചതായും ചീത്ത വിളിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതായിട്ടുമാണ് ആരോപണം. മതില് പൊളിച്ചതിനു ശേഷം കല്ലുകൾ നീക്കം ചെയ്യേണ്ട എന്ന് പോലീസ് നിർദ്ദേശമുണ്ടെന്ന് പറഞ്ഞ് തന്നെയും ബന്ധുവിനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. സംഭവശേഷം സാറാമയെ സമീപത്തുള്ള കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ പരിക്കുകൾ നിസ്സാരമായിരുന്നു. മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറടക്കം 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തതായി ആറന്മുള പോലീസ് അറിയിച്ചു. ഭാരതീയ ന്യായ സംഹിതയിലെ 329(3), 324(5), 351(2), 3, 5 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്നതാണ് ബന്ധുക്കളുടെ ആവശ്യം. കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നടവഴി മാത്രം ഉണ്ടായിരുന്നിടത്ത് തങ്ങളുടെ സ്ഥലം കൂടി വിട്ടു നൽകിയാണ് റോഡിന് വീതി കൂട്ടിയതെന്നും റോഡിന്റെ മറ്റ് ഭാഗങ്ങളെക്കാൾ വീതി ഇവിടെ ഉണ്ടായിരുന്നുവെന്നും പരാതിക്കാരി പറയുന്നു. വീട് പണി പൂർത്തിയാക്കുമ്പോൾ മതിലും പുനർനിർമ്മിക്കുമെന്നും പറഞ്ഞിരുന്നു. അതൊന്നും വകവെക്കാതെയാണ് രാത്രി മതില് പൊളിച്ചു മാറ്റിയതെന്നും ഇക്കാര്യത്തിൽ നീതി ലഭിക്കാൻ താൻ ഏതറ്റം വരെ പോകുമെന്നും സാറാമ പറയുന്നു. 2.5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് പ്രതികൾ ഉണ്ടാക്കിയതെന്നാണ് പരാതി.